तो गाइस वेलकम बैक टू आवर चैनल। आई एम महादेव। आई एम मनीषा। तो आज हम देखने वाले हैं अथॉरिटी फिल्म को, जो कि साथ रिलीज़ हुई है। और इस फिल्म में मेन रोल में हैं बैसिल जोसेफ एंड टोविनो थॉमस। और इस फिल्म को डायरेक्ट किया है अरुण अनिरुद्धन ने। तो इस फिल्म को देखने से पहले अगर आपने हमारे चैनल सब्सक्राइब नहीं किया तो आप सब्सक्राइब कर सकते हैं और प्रेस दिखा रहे कमेंट बटन। तो चलिए देखते हैं इस फिल्म को। लेट्स वॉच। फेयरवेल चल रही है सर। ഞങ്ങളുടെ കലാലയത്തിന്റെ സുവർണ കാലഘട്ടത്തിൽ ശരാശരിയിലും താഴെ നിലവാരം सब नींद आ रही ഇന്ന് ആ സ്ഥിതിയല്ല. അയൺ ഫോക്സസ് ഹെവി ഗായക സംഘം अच्छा उसको देखने आ रहे थे सर। क्या करा എടാ ശംഭു നീ ആ ഗ്രില്ലോന്ന് തുറന്നു കൊടുക്കട്ടെ ഇനിയിപ്പോ ജോബ് വന്നിട്ട് നോക്കാം ചേട്ടാ ഇവനിത് എവിടെ പോയി കിടക്കണം അതിനവർ ആർട്ടിക്കിൾ അയക്കാഞ്ഞിട്ടല്ലേ? എന്തായി പ്രസീന്ന് പ്രിന്റ് കിട്ടിയാ? ഇല്ല, മാഗസീന്റെ പ്രിന്റ് ജോപ്പന്റെ പപ്പ എടുക്കാന്ന്. അതിന് ഞാനായിട്ട് ഡിലേ ആക്കിയതല്ല പപ്പ. ഈ മെക്കാനിക്കൽകാരുടെ പെണ്ണിന് പകരം ഇരുമ്പിനെ സ്നേഹിക്കും. എന്തായാലും പരിപാടികളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. സ്പീച്ച് ഇറങ്ങണം കേട്ടോ. ചേട്ടാ പറഞ്ഞേരെ. ഓ उसके पापा को पता है। എന്താ പറഞ്ഞേ ജോപ്പനോട് ഞാൻ ആ മോളെ മൊത്തം 20 എണ്ണം അടിച്ചു കിട്ടിയോ? അത് മതി. പ്രകാശനം കഴിഞ്ഞ് ചീഫ് ഗസ്റ്റിനും ബാക്കി സ്റ്റേജിലുള്ളവർ. ചാച്ചൻ വരുന്നില്ലേ? ഇല്ലടാ, ഞാൻ കട കൂട്ടിയിട്ട് നീ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനും കൂട്ടുകാരും കൂടെ അത് ചൊരണാൻ പോയിരിക്കുക. കോടീശ്വരനായിട്ട് തിരിച്ചു വരുമെന്ന് പ്രകാശന സമയത്ത് നീ അവിടെ ഉണ്ടാവണേ. എഡിറ്ററിന്റെ നോട്ട് അഭിപ്രായം പറയണം. പറയാം. നീ എവിടെയായിരുന്നു? അളെ പാളയത്ത് ബ്ലോക്കടാ. ഓ ബെസ്റ്റ്. ഇവിടെ ലോക്കെ അല്ലേ? ഇവിടെ ഫസ്റ്റ് ഇയറിലെ പയ്യന്മാർ അവിടെ നിൽക്കും. ചേടാ പരിപാടിക്കാൻ കാശ് വാങ്ങിച്ചേ അതല്ലേ ഞാൻ സെറ്റാക്കാം. എന്ത് ചെയ്യുമോ? ലൗലി മാം പറഞ്ഞ സീനോ? എന്തുവാ ഞാൻ പോക്കോളാം. നീ പ്രശ്നം ഉണ്ടാക്കില്ല. ഇല്ല ഇല്ല ഞാൻ थोड़ा स्लो है। अब आएंगे स्टेज बैंड वाले। कैसे नाच रहे हैं? गिर टक्कर दे रहे। മാഗസീൻ പ്രകാശന ലാസ്റ്റ് പാട്ടിന് മുമ്പാ अबे वो खोलने जा रहा है। अबे ജോപ്പൻ അവിടെ ഗ്രില്ല് തുറക്കാൻ പോയി. ഒന്ന് പോയി പറ. नहीं तो जल्दी जा। अबे खोल खोल दिया। शटर तोड़ दिया। तो दूसरा तोड़ोगे। मर गए शायद। കാരണം അന്വേഷിക്കാൻ വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. एडमिशन डे। ഓ ഡാൻസ് കളിക്കും. യെസ് മാം. ആൽഫമേൽ എന്താ മാം എനിക്ക് കുറച്ച് ആൽഫമേൽ ട്രേറ്റ്സ് ഉണ്ട്. എല്ലാരും ആയോടെ? എവിടെ പള്ളിയുടെ സ്കോളർഷിപ്പ് ലിസ്റ്റിലുള്ള ഒരുത്തം കൂടെ വരാനുണ്ട്. അതായത് വീക്ക്നെസ്, ഓവർ ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, അഡിക്റ്റ്. ഉറക്കം കാണൂല കേട്ടാ. ഏതാണ് ബാസിൽ ജോസഫ്? വാടാ
അങ്ങോട്ട് പോ, അപ്പുറത്തെ ബ്ലോക്കില. ചേട്ടൻ ഇവിടെ ഒടുക്കത്തെ ഫാൻസ് ആയിരുന്നു അല്ലേ അച്ഛാ? എടാ, അവസാനമായിട്ട് ഒന്നുകൂടെ ചോദിക്കുക, നിനക്കിത് വേണമെന്ന് ഉറപ്പാണോ? എല്ലാരും ഇപ്പൊ അച്ഛൻ ഇങ്ങനെ ദീർഘവീക്ഷണം ഇല്ലാതെ സംസാരിക്കല്ലേ. പാലും ബിൽഡിംഗ് ഇല്ലാതെ മനുഷ്യന്മാരെങ്ങനെ ജീവിക്കും? പിന്നെ ചാച്ചൻ അറിയാലോ, എന്റെ മെയിൽ കണ്ടിട്ടില്ലല്ലേ? ഇല്ല. അതാണ് കൂടിയില്ല, അവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാം. അന്ന് കേസിന്റെ കാര്യം കോർഡിനേറ്റ് ചെയ്ത് ഞാനാ. പിന്നെ വിളിച്ചിട്ട് 2 വർഷം ബാക്കാണല്ലോ. സാർ സാംകുട്ടി, ഞാൻ സാംകുട്ടി. സോറി സാംകുട്ടി, എന്ത് പറ്റി? സാർ ഞാൻ IIT റിപ്പീറ്റ് ആയിട്ടുള്ള BCT കോളേജ് ഉള്ളപ്പോൾ പിന്നെ ചേട്ടൻ സ്കോളർഷിപ്പ് പോയി കിട്ടിയ അഡ്മിഷന് സെമിസ്റ്ററിൽ ഏതെങ്കിലും സബ്ജക്ട് പോയാലോ അറ്റൻഡൻസ് പറഞ്ഞാലോ സ്കോളർഷിപ്പ്. പറയൂ സാംകുട്ടി, എന്താണ് സിവിൽ എഞ്ചിൻ? സാർ പണ്ട് വീട്ടിൽ പണിക്കാര് വീട്ടുപണിക്ക് വരുമ്പോൾ അവർ രണ്ടും കൂടെ അങ്ങ് മിക്സ് ചെയ്യും. രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ല യൂണിഫോം കളറിലാവുമ്പോൾ എന്നിട്ട് അതിൻ്റെ നടുക്കൊരു കുഴി കുഴിക്കും. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് സാറേ ഇങ്ങനെ കൊഴാന്നാവുമ്പോൾ നമുക്കിതെടുത്ത് അങ്ങ് തിന്നാം. ഇവനെ വല്ല മേസ്ത്രീയുടെ കൈകാര്യം കൂടെ പള്ളിയിൽ നിന്നുള്ള സ്കോളർഷിപ്പിലൊന്നും താങ്ങി മണ്ടാന്ന് തോന്നുന്നു. ഇവൻ നമ്മുടെ പഴയ ജോസഫിന്റെ ബ്രദറാ. പിന്നെ ജോസഫ് ആദ്യമൊക്കെ ഇങ്ങനെയായിരുന്നു, പിന്നെ പഠിച്ചോളും. ഇവരുടെ ജീൻ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇത് പിടിക്കുന്ന ജീനല്ലേ? അവിടെയാണ് സ്മിത്തി, അതായത് ആല. അതിന്റെ അപ്പുറത്ത് ഫൗണ്ടറി. നിനക്ക് തരാവുമ്പോ ഇതൊക്കെ പറഞ്ഞുതരാം കേട്ടാ. നീ എവിടെ വീട് എവിടെ? ഞാൻ പ്രശാന്ത്, പരശുന്ന് വിളിക്കും. ഞാൻ സാംകുട്ടി, സാംബോ എന്ന് വിളിക്കും. ആ കുട്ടി മറ്റേ രമേശ് മാർബിൾസിന്റെ മോളാ. ഏത് ഡിപ്പാർട്ട്മെന്റ്? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് മോശപ്പെട്ടു. നോർവീജിയൻ വുഡ്, മുറഗാമി. അല്ല, ലിവൈസ്. മുറഗാമി, ഇതാ അവള് പറഞ്ഞു. One who feels attracted to people because of their intelligence. Steve Jobs, Mark Zuckerberg, Alan. GS പ്രദീപ്, ശശി തരൂർ, മൈ. സോറി. ഓ ഷോ. എന്തോ ഇത്? പക്ഷേ ഐൻസ്റ്റീൻ വന്നാലും അവള് മൈൻഡ് ചെയ്യില്ല. ഇത് വിധിയോ? അത് മിക്കവാറും വരും. ഇതേപോലത്തെ നീ പോയി പ്രപ്പോസ് ചെയ്യണേ. ഈശ്വര, അതൊരു ടോക്സിക് ആണേ. ഞാൻ ഇന്ന് തന്നെ പ്രപ്പോസ് ചെയ്യണം, നാളെ ചെയ്താൽ പോരെ. ഇത് നില ഇന്നലെ പറഞ്ഞു, നിന്റെ കണ്ണ് സൂപ്പറാന്ന് കൂടെ പറഞ്ഞു. ഒന്ന് പറഞ്ഞേ. എന്റെ കണ്ണ് സംസാരത്തിൽ പരമാവധി നിന്റെ തമാശ ഒഴിവാക്കണം. ഇതാര്? കാവിലെ ഭഗവതിയോ? Dude, he's a total red flag. എടാ, സ്വാദം വരുന്നുണ്ട്. അതൊന്നൂടെ പറഞ്ഞേ. ഇവിടെ സിമ്പിള്, നീ ഇനി അവളെ കാണുമ്പോൾ മൈൻഡ് ചെയ്യാനേ പോകരുത്. അപ്പൊ അവള് വിചാരിക്കും ലാസ്റ്റ് അവൾ നിന്റെ അടുത്തോട്ട് തന്നെ വന്നോളൂ. ദാറ്റ്സ് FFT. ചുമ്മാ ഒന്നും വേണ്ട. പരിപാടിക്ക് സാങ്ഷൻ പോലും തന്നിട്ടില്ല. തെന്നിത്തേരി പോലെ ഇപ്പൊ ഈ കോളേജ്. ഞാൻ പറയട്ടോ, അതിന്റെ ഇടയിൽ കയറി തന്നെ. എടോ, ഇതെല്ലാം ഭരണസമിതിയുടെ തീരുമാനങ്ങളാണ്. പിന്നെ ഓൺലൈനിൽ ഉപന്യാസ മത്സരം, സുഡോക്കോ എന്നൊരു വാക്ക് ഇനി ക്യാമ്പസിൽ ആരും ഉച്ചരിക്കരുത്. ഇനി അതും യൂണിയൻ സംബന്ധമായിട്ട് എന്തെങ്കിലും പറയാനുണ്ട്? അറ്റൻഡൻസ് കട്ട് ചെയ്യേ. അറ്റൻഡൻസ് കൊള്ളാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഫെസ്റ്റ് നടത്താൻ പറ്റും.
അങ്ങനെ ഇപ്പൊ കേപ്പബിൾ ആയിട്ട് ആരായി കോളേജിലുള്ളത്? കേപ്പബിൾ करे कुछ जुगाड़ 2 വർഷമായിട്ട് മുടങ്ങി കിടക്കുന്ന ആരോ ഇൻവെസ്റ്റ് ഞാൻ ഏറ്റെടുത്ത് നടത്തിയാൽ എന്റെ കേപ്പബിലിറ്റി അവർക്ക് മനസ്സിലാവും. शुरू करेगा മുടങ്ങി കിടക്കണ ഫെസ്റ്റ് എടുത്താൽ നീ ആര്? ജഗന്നാഥനാ? അതെ, ജഗന്നാഥൻ. അപ്പൊ മോനെ ജഗന്നാഥ്, കൂടുതൽ സമയം തന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഫെസ്റ്റ് നടത്തണമെങ്കിൽ മാനേജ്മെന്റ് സമ്മതിക്കണം. തിരുവാഭരണം കൊണ്ടുതരുന്ന പോലെ അപ്രൂവൽ. വായിച്ചാൽ ചങ്ക് തകർന്നു പോകുന്ന പോലെ ഒരു അപേക്ഷ പ്രിൻസിപ്പളിന് കൊടുക്കാം. ദിസ് ഈസ് എ സില്ലി ക്രൈം. നിന്റെ ബാക്കിലെന്താടാ? എടാ നിന്റെ തലേന്റെ ബാക്കിൽ നീ കണ്ടീഷണർ ഇടാറുണ്ടോ ഇതില്? ഏതാ കണ്ടീഷണർ? അങ്ങനൊന്നുമില്ല ചേട്ടാ. അങ്ങനൊന്നും ഇല്ലേ? ഇതാടാ വന്നപ്പോ തന്നെ റോൾ ഓടിക്കാൻ നോക്കണോ? പതുക്കെ മതി. ആരോൺ ഫെസ്റ്റിന് ഓഫീസിൽ കൊണ്ട് കത്ത് കൊടുത്ത്. അതെ, നിന്റെ മറ്റേടത്തെ റിക്വസ്റ്റ് കാരണം ഞങ്ങളുടെ ഉള്ള പരിപാടിയാ ക്യാൻസൽ ആവാൻ പോണം. ബാക്കിയുള്ള കോളേജിലുള്ളവരുടെ തൊലിപ്പോയിട്ട് മടുത്ത്. നിന്റെ കേട്ടോ ഓരോ അയ്യോ എന്നോടാ കുട്ടം നിന്റെ ടെമ്പറങ്ങ് തെറ്റണേ. നീ പേടിപ്പിക്കല്ലേ? ഞാനങ്ങ് പേടിക്കും. ഞാൻ മുള്ളും കൊല്ലം പോലും തയ്ക്കൂല. മനസ്സിലായോ? പഠിക്കണ്ടേ? എഞ്ചിനീയർ ആവണ്ടേ? പോട്ടെ. എന്താടാ, എന്താ പ്രശ്നം? ഒന്നുമില്ല. ഓൾ ഗുഡ് മാൻ. ഒരു കുപ്പിക്ക് 15 വാടക